പാലക്കാട്ടെ ക്രിസ്മസ് ആഘോഷം സ്കൂളിൽ തടഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. BHP ആണ് പിന്നിൽ. ഈ എല്ലാ മതവിശ്വാസികൾക്കും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന തന്നെ അതിന് അനുമതി നൽകുന്നുണ്ട്. ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കാനും ജീവിത രീതികൾ അവലംബിക്കുന്നതിനുമെല്ലാം ഓരോ വിഭാഗത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ളൊരു നിലപാട് മറ്റേതെങ്കിലും ഒരു വിഭാഗം സ്വീകരിക്കുന്നത് ശരിയല്ല. ക്രിസ്തുമസ് സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മതവിശ്വാസികൾ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനെ എതിർക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നതിനോ വേറൊരാൾക്ക് അവകാശമില്ല. അവരുടെ അഭിപ്രായങ്ങൾ പറയാം പരസ്യമായിട്ട്. പക്ഷെ അത്തരമൊരു പ്രവർത്തനത്തെ തടയുക എന്ന നിലപാട് അങ്ങേയറ്റം വർഗീയമായ സമീപനത്തിൻ്റെ ഭാഗമാണ്. ആ വർഗീയ നിലപാടിനെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്ന് മതനിരപേക്ഷമായ നിലപാടെടുക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ നിലപാടുകൾ ഈ പ്രശ്നത്തിൽ മേൽക്കൈ നേടുന്ന ഒരവസ്ഥ പൊതുവെ കേരളത്തിലില്ല. എന്നാൽ ചില ശക്തികൾ ഇതിനുവേണ്ടി ശ്രമിക്കുമെന്ന് പറയുന്നത് കടുത്ത പ്രതിഷേധാർഹമാണ്. കേരളത്തിൽ അത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാട്. ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുന്നില്ലേ? അതെ, ക്രിസ്തുമസ് എല്ലാവരും. ഇപ്പോൾ കേരളീയരുടെ ഒരു പ്രത്യേകതയുണ്ട്. കേരളീയര് ഓണം, വിഷു, ക്രിസ്തുമസ്, റംസാൻ ഇതെല്ലാം എല്ലാ മതവിശ്വാസികളും ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കുന്നതാണ്. അതാണ് ജനങ്ങളുടെ മനസ്സിലുള്ളൊരു നന്മ. ആ നന്മയ്ക്കെതിരായ നിലപാടാണ് ഇതുപോലുള്ള നടപടികളോട് വരുന്നത്. ഒരു കാരണവശാലും അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല, അത് അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരം ചെയ്തികൾ ഈ ക്രിസ്ത്യൻ സഹോദരന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള വിഷയമല്ല. അല്ല, അത് അവർ തന്നെയാണ് അതിൻ്റെ നിലപാടുകൾ പറയേണ്ടത്. പള്ളി സഭ തന്നെ എന്താണ് ഈ വർഗീയമായ നിലപാടുകൾ എടുക്കുന്നതിൻ്റെ ദുരന്തം എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അവരുടെ പള്ളിയിൽ മതവിശ്വാസികളായവരിൽ തന്നെ ഒരു വിഭാഗം, ഒരു ചെറിയ വിഭാഗം വർഗീയമായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. അത്തരം പ്രവണതകൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാസ പോലുള്ള സംഘടന, ക്രിസ്ത്യൻ സംഘടനയാണ് കാസ പോലുള്ള സംഘടനകൾ മുസ്ലിം വിരോധമാണ് ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊരു തരത്തിലും കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ സമൂഹത്തിൻ്റെയും അതിൻ്റെ നേട്ടത്തിൻ്റെയും ഭാഗമായി നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അങ്ങോട്ട് പോകേണ്ടിരുന്നു. അല്ല, ഇത് കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ സമീപനം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. വിജയരാഘവന്റെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. വർഗീയ രാഘവൻ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇതിന് മറുപടി? വിജയരാഘവൻ ഇന്നലെ ഇവിടെ നടത്തിയ പ്രസംഗം പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് നടക്കുന്ന കോലാഹലവുമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് യാതൊരു ബന്ധവുമില്ല. ഇതാണ് വസ്തുത. വിജയരാഘവൻ പറഞ്ഞത് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനെയാണ് വിമർശിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെയാണ് വിമർശിച്ചത്. RSS സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തുകയാണ്. SDPI, ജമായത്ത് തുടങ്ങിയ സംഘടനകളും മതരാഷ്ട്രവാദം ഉയർത്തുകയാണ്. ഈ മതരാഷ്ട്രവാദം ഉയർത്തുന്ന SDPIയും ജമായത്തുമായി ലീഗിൻ്റെ നേതൃത്വത്തിൽ അവരെ UDF ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് വിജയരാഘവൻ വിമർശിച്ചത്. ലീഗാണ് ഈ വർഗീയ ശക്തികളുടെ സ്വാധീനം UDFനകത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ലീഗിൻ്റെ ആ നിലപാടിനെയാണ് വിജയരാഘവൻ ശ്രമിച്ചത്. അവരുടെ കൂടി വോട്ട് ചേർന്നുകൊണ്ടാണ് ഈ നേട്ടം തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് UDFൻ്റെ വിജയം ആഘോഷിക്കാൻ ആദ്യം രംഗത്ത് വന്നത് SDPI ആണ്. അവരാണ് ആ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം SDPI തനിച്ച് നടത്തി. എങ്ങനെ SDPIക്ക് ഈ ആഹ്ലാദ പ്രകടനം നടത്താൻ കഴിഞ്ഞു? അതാണ് ഇവർ തമ്മിലുള്ള ഐക്യത്തിൻ്റെ പ്രശ്നം. ഇതിനെയാണ്, ഈ രാഷ്ട്രീയ പ്രശ്നത്തെയാണ് വിജയരാഘവൻ വിമർശിച്ചിരിക്കുന്നത്. വിജയരാഘവൻ്റെ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ നിലപാടില്ല, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടില്ല. വർഗീയ നിലപാടിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിന്
സഹായകരമായ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലീഗിൻ്റെ ചില നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും പുറത്ത് നടത്തിയ പ്രതികരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തിൽ വർഗീയ സംഘടനകളുടെ വോട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഉണ്ടല്ലോ, അതിലെന്താ സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? വയനാട്ടുകാർക്ക് SDPI ജമായത്ത് ലീഗ് വർഗീയ സംഘടനയാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ലീഗ് ഒരു സാമുദായിക സംഘടനയാണ്. ലീഗ് വർഗീയ സംഘടനയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഈ സ്വാധീനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ വിജയത്തിനൊരു ഘടകമായിട്ട് നിന്നിട്ടുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. CPM ഇപ്പോഴത്തെ വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ EK സുപ്രഭാതം വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വർഗീയവാദികൾക്ക് CPM മണ്ണൊരുക്കുന്നു എന്നുള്ളൊരു വിമർശനം ഒരു അടിസ്ഥാനരഹിതമാണത്. അടിസ്ഥാനരഹിതമാണ്. CPM-നെ കുറിച്ചുള്ള ഏത് വിമർശനവും ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾക്കെതിരായ വിമർശനം വന്നു കഴിഞ്ഞാൽ ആ വിമർശനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലിന് വിധേയമാക്കേണ്ടുന്ന പ്രശ്നമുണ്ടോ ഞങ്ങൾ പരിശോധിക്കത്. അങ്ങനെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളില്ല. ഈ ന്യൂനപക്ഷ പ്രീണനം പാർട്ടിക്ക് വോട്ട് കുറയാനിടയായി എന്നുള്ള വിലയിരുത്തലുണ്ട്. ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് പാർട്ടിയുടെ അജണ്ടയല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ പാലസ്തീൻ വിഷയം ഞങ്ങൾ കാണുന്നത് ഒരു ന്യൂനപക്ഷ പ്രശ്നമായിട്ടല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ഇത് വരുന്നത്. ആ നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രീണനം എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയിലുള്ള വിഷയമല്ല. ഞങ്ങൾ ഈ നിലപാടിനെ തുറന്ന് എതിർക്കുന്നുണ്ട്. മതി ഇനി അങ്ങോട്ട് പോകണം. പുതിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് CPM ശ്രമം എന്നൊരു വിമർശനം കൂടി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ തുടർച്ചയായി ഇത്തരം പരാമർശങ്ങളെ പുതിയ വോട്ട് ബാങ്കിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടിസ്ഥാനരഹിതമാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ സമീപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരാമർശങ്ങളെ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. തുടർന്നും അത്തരം പരാമർശങ്ങളാണ് ഉണ്ടാവുക.